ഹലോ, ഞാൻ ഖദീജ ഫിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇന്ന് സോഷ്യൽ മീഡിയാസിൽ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ബെഡ്റൂം നീറ്റായിട്ട് വെക്കുക, അല്ലെങ്കിൽ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് OCD ആണ്, അതെന്തൊരു അലങ്കാരമായിട്ട് അല്ലെങ്കിൽ വൃത്തിൻ്റെ സൂചനയായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. ശരിക്കും ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള OCD ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലീസിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. എന്താണ് OCD? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ആ ടേം പോലെ തന്നെ അതിൽ ഒബ്സഷനും കമ്പൾഷനുമാണ് ഉണ്ടാവുന്നത്. ഒബ്സഷൻ എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള തോട്ട്സ്, ഇമേജസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളെ മൈൻഡിലോട്ട് വരുന്നു. അതായത് ഒരു അൺഹെൽത്തി തോട്ട് ഉണ്ടാകുന്നു, ആ സമയം നമ്മൾ ആൻഷ്യസ് ആവുന്നു. ആ ഒരു ആൻസൈറ്റീനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കമ്പൾഷനിലോട്ട് പോകുന്നു. ഇതൊരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സൈക്കിളാണ്. ഒബ്സഷൻ ഉണ്ടാവുന്നു, കമ്പൾഷനിലോട്ട് പോകുന്നു. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലാതെയോ കഴിക്കുന്നത് ഒരു തവണയോ 2 തവണയോ ആയിരിക്കും. പക്ഷേ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ 5ഉം 6ഉം തവണയായിരിക്കും കഴുകുന്നുണ്ടാവുക. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ കഴുകിയിട്ട് അവരുടെ കൈയിൻ്റെ തോൽ പോകുന്നൊരു അവസ്ഥ. നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുള്ളൊരു കേസായിരുന്നു. 40 വയസ്സുള്ളൊരു ലേഡിയാണ്. അവർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ക്ലീനിങ് കമ്പൾഷൻ്റെ. അവരുടെ വീട് എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ആരും വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്വന്തം പാരൻസ് ആണെങ്കിൽ പോലും അവർക്ക് വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരും അവിടെ പോവാറുമില്ല. ആരും വരാതിരിക്കാനായിട്ട് തന്നെ അവരുടെ വീടിൻ്റെ ഗേറ്റ് ആണെങ്കിലും സിറ്റ് ഔട്ട് ആണെങ്കിലും എപ്പോഴും അടച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അഥവാ ഒരു ഗസ്റ്റ് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരുന്നിട്ടുള്ള സോഫ, അവർ നടന്നിട്ടുള്ള ഫ്ലോറ്, അവർ തൊട്ടിട്ടുള്ള വാള് എല്ലാം അവർ വെള്ളം ഒഴിച്ച് കഴുകും. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഫേർണിച്ചർ ആണെങ്കിലും വാളാണെങ്കിലും എല്ലാം കേട് വന്നിട്ടുണ്ട്. അത്രത്തോളം സിവിയർ ആണ് അവരുടെ ഒരു ക്ലീനിങ് കമ്പൾഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഗസ്റ്റ് അവരുടെ ബെഡ്റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വാർഡ്രോബിലുള്ള ഫുള്ള് ഡ്രസ്സ് എടുത്തിട്ട് അവർ അലക്കാനായിട്ട് ഇടും. വീട്ടിലെ ഏത് സാധനമാണെങ്കിലും, ബേബീൻ്റെ തൊട്ടിലിൻ്റെ കയറാണെങ്കിലും, ചൂലാണെങ്കിലും, സ്കൂൾ ബാഗ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും എപ്പോഴും കഴുകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. അവരുടെ വീട്ടുജോലികൾ കഴിയുമ്പോൾ തന്നെ ഒരുപാട് ടൈം ആവുന്നുണ്ട്. ഇത്രത്തോളം സിവിയർ ആണ് ഈ OCD അനുഭവിക്കുന്ന ആളുകൾ. അത് അവരുടെ പേഴ്സണൽ ലൈഫിന് വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകളെ നമ്മൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി റെഫർ ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻസിലൂടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളിലും OCDൻ്റെ സിംറ്റംസ് കാണുന്നത് പല രീതിയിലാണ്. ഫസ്റ്റ് ഒബ്സഷൻ എന്ന് പറയുന്നത് അഗ്രസീവ് ഒബ്സഷൻ. അതായത് നമ്മളൊരു കിച്ചണിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാം ചെയ്യുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യുമെന്നുള്ള നിരന്തരമായ പേടിയാണ്. രണ്ടാമത്തെ ഒബ്സഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ ഒബ്സഷനാണ്. അതായത് നമ്മളെ ബോഡിയിലോ സറൗണ്ടിങ്സിലോ എത്ര വൃത്തി ഉണ്ടെങ്കിലും വൃത്തിയില്ല എന്നുള്ളൊരു നിരന്തരമായിട്ടുള്ള തോട്ട്. ഇത്തരം ആളുകൾ ബസ് സ്റ്റാൻഡിലൊക്കെ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വന്നാൽ അവർ ഇരിക്കാനായിട്ട് റെഡി ആവില്ല. കാരണം അവിടെ വൃത്തിയില്ല എന്നുള്ളൊരു തോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അടുത്ത ഒബ്സഷനാണ് സൊമാറ്റിക് ഒബ്സഷൻ. അതായത് നമുക്ക് എപ്പോഴും അസുഖം ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അടുത്ത ഒബ്സഷനാണ് ക്ലീനിങ് അല്ലെങ്കിൽ വാഷിംഗ് ഒബ്സഷൻ. അതായത് കുളിച്ചിട്ട് വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നൽ കാരണം വീണ്ടും കുളിക്കുക അല്ലെങ്കിൽ മണിക്കൂറുകളോളം കുളിക്കുക. പാത്രം കഴുകുകയാണെങ്കിൽ വൃത്തിയായിട്ടില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും മണത്ത് നോക്കുക, പിന്നെയും കഴുകുക. അടുത്തതാണ് ചെക്കിങ് കമ്പൾഷൻ. അതായത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ നിരന്തരമായി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ നമുക്കറിയാം അത് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു കമ്പൾഷൻ നമ്മൾ ചെയ്യുന്നു. നമ്മളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഇത്തരം ആളുകളെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി റെഫർ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്